എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് ചിങ്ങമാസ ഫലത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ചിങ്ങമാസ ഫലത്തിൽ ധനുരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ധനുരാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുരാശിക്കാരുടെ ചിങ്ങമാസത്തെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിൽ അഥവാ 8-ൽ സഞ്ചരിക്കുന്ന കാലയളവാണ്. ശനി 4-ൽ അർദ്ധാഷ്ടമ ശനിയായിട്ടാണെന്നുണ്ടെങ്കിലും ശനി വക്രത്തിലാണ്. രാഹു 3-ലും ആദിത്യനും കേതുവും 9-ലും ശുക്രൻ 9-ലും 10-ലും ആയിട്ട് സഞ്ചരിക്കുന്ന കാലയളവാണ്. ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്നത് മൂലം കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ബന്ധുജന വിരോധങ്ങളും ഒക്കെ വന്നു ചേരാം. പ്രത്യേകിച്ച് സന്താന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും വന്ന് ചേരുന്നതാണ്. എന്നാൽ 3-ലെ രാഹു വളരെ ഗുണപ്രദമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ, ഐശ്വര്യങ്ങളും ബന്ധുക്കളെ കൊണ്ട് ഉപകാരങ്ങളും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സമീപനവും ബന്ധുജന ആനുകൂല്യവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ്. ശുക്രൻ്റെ സ്ഥിതിയും വളരെ അനുകൂലമാണ്. അതായത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടത്താൻ പറ്റിയ സമയമല്ലെങ്കിലും ഏകദേശമൊക്കെ ഒരു തീരുമാനത്തിലൊക്കെ എത്താൻ പറ്റിയ സമയമാണ്. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ച് കിട്ടുന്ന ഒരു സമയമാണ്. ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്നതായിരിക്കും. എന്നാലും ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ അതൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമല്ല. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവരും വളരെയധികം കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. നിങ്ങളുടെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങി കിട്ടുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.